ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് കൊവാലൻ്റ് ബോണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ടേമാണ്. അത് ഓൾറെഡി നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ടൈപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പഠിക്കാനുള്ള ഒരു ബോണ്ടിങ് ആണ് ഇത് കോവാലൻ്റ് ബോണ്ടിങ്. കൊവാലൻ്റ് ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലങ്മിയർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് 1960. ക്ലിയർ? ഈ കോവാലൻ്റ് ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ബോണ്ട് ഫോംഡ് ബൈ ദ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിൻ്റെ മ്യൂച്വൽ ഷെയറിംഗ് വഴി ഫോം ചെയ്യുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്താ? കോവാലൻ്റ് ബോണ്ട്. ഈ ഒരു കോവാലൻ്റ് ബോണ്ടിങ്ങിൽ നമുക്ക് 3 ടൈപ്പ് ബോണ്ടാണ് പഠിക്കാനുള്ളത്. അതിലൊന്നാമത്തതാണ് ഏതാടാ? സിംഗിൾ ബോണ്ട്. ഏതാടാ? സിംഗിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോംഡ് ബൈ ദ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് 1 പെയർ ഓഫ് ഇലക്ട്രോൺസ്. 2 ആൾക്കാർ ഇലക്ട്രോണിനെ ഒരേപോലെ ഷെയർ ചെയ്യാം. ആ സമയത്ത് ഫോം ചെയ്യുന്ന ബോണ്ടാണ് കോവലൻ്റ് ബോണ്ട്. അതിൽ സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പെയർ ഇലക്ട്രോൺസിനാണ് അവിടെ ഷെയർ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിക്കോ. Cl2 മോളിക്യൂൾ, ക്ലോറിൻ. എടാ, ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 അല്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? 2,8,7. ക്ലിയർ അല്ലേ? ഈ ഒരു ക്ലോറിൻ മോളിക്യൂള് ഫോം ചെയ്യണം എങ്കിൽ എൻ്റെ കയ്യിൽ 2 ക്ലോറിൻ ആറ്റങ്ങൾ വേണം. ഈ ക്ലോറിൻ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പറും 17 ആണ്, ഇയാളതും 17 ആണ്. നമ്മൾ എഴുതി 2,8,7. ഇയാളതും എനിക്ക് എഴുതാം 2,8,7. അപ്പോൾ ഈ 7ലേക്ക് 1 ഇലക്ട്രോൺ കിട്ടിയാൽ ഇയാളത് 2,8,8 ആവും. ഇയാൾക്കും അതേപോലെ തന്നെ 1 ഇലക്ട്രോണ് കിട്ടിക്കഴിഞ്ഞാൽ 2,8,8 ആവും. അതായത് ഇവിടെ 2 ക്ലോറിനും കിട്ടുന്നത് ഓരോരോ ഇലക്ട്രോൺസിന് വീതമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലോറിൻ്റെ ലൂയിസ് സിംബൽ വരച്ച് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നതാ, ക്ലോറിൻ ഉണ്ട്. ഈ ക്ലോറിന് ചുറ്റും അയാളുടെ 7 ഇലക്ട്രോൺസിനെ ഞാൻ കാണിച്ചു. ഇങ്ങനെയല്ലേ ലൂയിസ് സിംബൽ കാണിക്കുക? ഇത് 1ാമത്തെ ക്ലോറിനാണ്. ഇനി എൻ്റെ കയ്യിലുള്ളത് 2ാമത്തെ ക്ലോറിനാണ്. ആ 2ാമത്തെ ക്ലോറിൻ ഞാൻ നോക്കുമ്പോൾ 2ാമത്തെ ക്ലോറിന് ചുറ്റും അയാളുടെ 7 ഇലക്ട്രോൺസിനെ എനിക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. റെഡിയല്ലേ? ഇനി ഇവിടെ ഞാൻ നോക്കുമ്പോൾ 1ാമത്തെ ക്ലോറിൻ എന്ത് ചെയ്യുന്നടാ? ശ്രദ്ധിച്ചോ. 1ാമത്തെ ക്ലോറിൻ അയാളുടെ 1 ഇലക്ട്രോണിനെ 2ാമത്തെ ക്ലോറിനുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് 2ാമത്തെ ക്ലോറിന് 8 ഇലക്ട്രോണെ കിട്ടി. അറ്റ് ദ സെയിം ടൈം 1ാമത്തെ ക്ലോറിൻ 2ാമത്തെ ക്ലോറിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യുന്നടാ? 1 ഇലക്ട്രോണിനെ ഷെയർ ചെയ്ത് വാങ്ങിയിട്ട് അയാളും 8 കംപ്ലീറ്റ് ആക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഷെയർ ചെയ്ത ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ഇലക്ട്രോണാണ്. ആ 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ നമുക്ക് പറയാം ദാറ്റ് ഈസ് 1 പെയർ ഓഫ് ഇലക്ട്രോൺ. റെഡിയല്ലേ? അപ്പോൾ ഇവിടെ 1 പെയർ ഇലക്ട്രോൺസിനെയാണ് ഷെയർ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ ക്ലോറിൻ്റെ ഇടയിലെ ബോണ്ട് എന്ന് പറഞ്ഞാൽ ക്ലോറിൻ സിംഗിൾ ബോണ്ട് ആയിരിക്കും. അപ്പോൾ ഇതാണ് 1ാമത്തേത് നമുക്ക് പഠിക്കാനുള്ളത്. സിംഗിൾ ബോണ്ട് കഴിഞ്ഞാൽ 2ാമത്തേതാ? ഡബിൾ ബോണ്ടാണ്. ഏത് ബോണ്ടാണ്? ഡബിൾ ബോണ്ട്. നോക്കടാ. ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. 2 പെയർ ഇലക്ട്രോൺ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. എടാ, ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കുന്നു. ഓക്സിജൻ മോളിക്യൂൾ O2. ശ്രദ്ധിച്ചിരുന്നു കേട്ടോ, O2. അപ്പോൾ എനിക്ക് കിട്ടേണ്ടത് ആരെയാ? O2 മോളിക്യൂളാണ്. എൻ്റെ കയ്യിലുള്ളത് ആരാണ്? 2 ഓക്സിജൻ ആറ്റങ്ങളാണ്. ഓക്സിജൻ ആറ്റം നമ്പർ 8 അല്ലേ? അപ്പോൾ ഞാൻ 2ഉം 8 എന്ന് കാണിച്ചു. അപ്പോൾ ഈ ഓക്സിജൻ എന്ന് പറയുന്നത് 8 ആണ്, 2,6 ആണ്. അതേപോലെ തന്നെ ഈ O8 എന്ന് പറയുന്നത് ഇതും 2,6 എന്ന് എനിക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഈ 6 ഇലക്ട്രോണിലേക്ക് 2 ഇലക്ട്രോണും കൂടെ കിട്ടുമ്പോഴാണ് ഇയാൾക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും, 2,8 ആവുക. ഈ 6 ഇലക്ട്രോണിന് 2 ഇലക്ട്രോണിനെയും കൂടെ കിട്ടുമ്പോൾ 2ാമത്തെ ഓക്സിജനും 2,8 ആവാൻ പറ്റും. അപ്പോൾ 2 ആൾക്കും കിട്ടേണ്ടത് 2 ഇലക്ട്രോൺസ് വീതമാണ്. അപ്പോൾ ഞാൻ ഈ ഓക്സിജൻ ആറ്റത്തെ എടുക്കുകയാണ്. 1ാമത്തെ ഓക്സിജൻ ആറ്റത്തെ ഞാൻ നോക്കുമ്പോൾ ആ ഓക്സിജൻ ആറ്റത്തിന് ചുറ്റും എത്ര ഇലക്ട്രോൺസിനെ കാണാടാ? 6 ഇലക്ട്രോൺസിനെ കാണാം. ദെൻ 2ാമത്തെ ഓക്സിജൻ ആറ്റത്തെ ഞാൻ നോക്കുന്ന സമയത്ത് 2ാമത്തെ ഓക്സിജൻ ആറ്റം നോക്കുമ്പോൾ അയാളുടെ ചുറ്റും ഉണ്ടടാ എത്ര എണ്ണം? 6 എണ്ണം.
അപ്പോൾ ഈ രണ്ടാമത്തെ ഓക്സിജൻ ഒന്നാമത്തെ ഓക്സിജൻ്റെ അടുത്ത് നിന്ന് 2 ഇലക്ട്രോണിനെ ഷെയർ ചെയ്ത് വാങ്ങുന്നു. അപ്പോൾ അയാൾക്ക് 8 എണ്ണം കംപ്ലീറ്റ് എണ്ണിക്കോ 1 2 3 4 5 6 7 8. അറ്റ് ദ സെയിം ടൈം ഒന്നാമത്തെ ഓക്സിജൻ എന്ത് ചെയ്യുന്നടാ രണ്ടാമത്തെ ഓക്സിജൻ്റെ അടുത്ത് നിന്ന് 2 എണ്ണത്തിന് വാങ്ങുന്നു. അപ്പോൾ അയാൾക്കും കിട്ടി 8 എണ്ണം 1 2 3 4 5 6 7 8 അല്ലേ 8 എണ്ണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കടാ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എത്ര ഇലക്ട്രോൺസിനെ അവർ ഷെയർ ചെയ്തിട്ടുണ്ട് 4 ഇലക്ട്രോണിനെ ഷെയർ ചെയ്തിട്ടുണ്ട്. 4 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എത്ര പെയറാടാ 2 പെയർ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ ഓക്സിജൻ 2 ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു. രണ്ടാമത്തെ ഓക്സിജനും 2 ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു. ഓക്സിജൻ ഓക്സിജൻ ഡബിൾ ബോണ്ട്. ക്ലിയർ അല്ലേ? 2 ആറ്റങ്ങളുടെ ഇടയിൽ 2 ബോണ്ട് ഉണ്ട്. ഇതാണ് ഡബിൾ ബോണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇതൊക്കെ ഷെയറിംഗ് ആണ്. ഇനി ഒന്നും കൂടെയാണ് ഇതിലുള്ളത്, ദാറ്റ് ഈസ് ട്രിപ്പിൾ ബോണ്ട്. ഏതാ മക്കളെ? ട്രിപ്പിൾ ബോണ്ടാണ്. സോ മൂന്നാമത്തെ ബോണ്ടാണടാ ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട്. ഇപ്പോൾ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഷെയറിങ് മ്യൂച്വൽ ഷെയറിങ് ഓഫ് 3 പെയർ ഓഫ് ഇലക്ട്രോൺ ആണ്. 3 പെയർ ഇലക്ട്രോൺസിന് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കേ നിങ്ങൾ. നൈട്രജൻ. എടാ നൈട്രജൻ മോളിക്യൂൾ കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര ആറ്റംസ് കൂടി ചേരണം? 2 നൈട്രജൻ ആറ്റംസ് കൂടി ചേർന്ന്. നൈട്രജൻ ആറ്റോം നമ്പർ 7 അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? 2,5. ഇതിൻ്റെതോ 2,5. അപ്പോൾ ഇതിലേക്ക് ഒരു 3 ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ ഇയാളത് 2,8 ആയില്ലേ? ഇതിലേക്ക് എത്ര എണ്ണം വേണ്ടി വരും? അപ്പോൾ പറ എത്ര എണ്ണം വേണ്ടി വരും? യെസ്, ഇയാൾക്കും വേണം 3 എണ്ണം. അപ്പോൾ എന്ത് കിട്ടി? 2,8. അപ്പോൾ രണ്ടാൾക്കും എത്ര എണ്ണം കിട്ടേണ്ടത്? 3 എണ്ണമാണ്. അപ്പോൾ 3 എണ്ണത്തിന് ഓരോരുത്തർ ഷെയർ ചെയ്താൽ പോരെ? മതി. അപ്പോൾ നോക്കണം, നൈട്രജൻ ഒന്നാമത്തെ നൈട്രജൻ്റെ അടുത്ത് അയാളുടെ 3 ഇലക്ട്രോൺസ് ഷെയർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. ഇതേപോലെ തന്നെ ആരുണ്ട്? രണ്ടാമത്തെ നൈട്രജൻ ഉണ്ട്. രണ്ടാമത്തെ നൈട്രജൻ അയാളുടെ 5 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ നൈട്രജൻ ഒന്നാമത്തെ നൈട്രജൻ്റെ അടുത്ത് നിന്ന് 3 ഇലക്ട്രോൺ ഷെയർ ചെയ്ത് വാങ്ങുന്നു. അപ്പോൾ അയാൾക്ക് 8 എണ്ണമായി. ഒന്നാമത്തെ നൈട്രജൻ രണ്ടാമത്തെ നൈട്രജൻ്റെ അടുത്ത് നിന്ന് 3 ഇലക്ട്രോൺ ഷെയർ ചെയ്ത് വാങ്ങുന്നു. അപ്പോൾ അയാൾക്കും 8 എണ്ണമായി. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയടാ ടോട്ടൽ 6 ഇലക്ട്രോണിനെ വാങ്ങുന്നുണ്ട്. 6 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണാടാ? ദാറ്റ് ഈസ് 3 പെയർ ഇലക്ട്രോൺ ആണ് അല്ലേ? ഒരു പേർ തന്നെ എത്ര എണ്ണം ഉണ്ടാവും? 2 എണ്ണം ഉണ്ടാവും അല്ലേ? ഒരു പേര് ചെരുപ്പ് വാങ്ങിയിട്ട് ഒരു കാൽമേൽ മാത്രമായിട്ട് നടക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ 2 എണ്ണം ഷെയർ ചെയ്താലാണ് ഒരു പെയറാകും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് നൈട്രജനാണ്. നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് നൈട്രജൻ. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തൊരു ടേം നമ്മൾ അറിയേണ്ടതാണ് കോവാലൻസി എന്ന് പറയുന്ന ടേമാണ്. കോവാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ആൻ ആറ്റം ടു ദ ഷെയർഡ് പെയർ. ക്ലിയർ അല്ലേ? അതായത് ഒരു ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ആറ്റം എത്ര ഇലക്ട്രോണിനെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ഇറ്റ് ഈസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ടഡ് ബൈ ആൻ ആറ്റം ടു ദ ഷെയർഡ് പെയർ. 2 ആറ്റങ്ങളുടെ ഇടയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു ആറ്റം എത്ര ഇലക്ട്രോണിനെ കൊടുക്കുന്നു എന്നുള്ളതിനാണ് കോവാലൻസി എന്ന് പറയാം. എടാ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മളിപ്പോൾ പഠിച്ചു സിംഗിൾ ബോണ്ട്. ഏതാ മോളിക്യൂള്? ക്ലോറിനാണ് അല്ലേ? അപ്പോൾ ഈ ക്ലോറിൻ മോളിക്യൂൾ സിംഗിൾ ബോണ്ട് ആണ് എന്നും ക്ലോറിൻ സിംഗിൾ ബോണ്ട് ക്ലോറിൻ ആണ് നമ്മൾ ബോണ്ട് വരയ്ക്കുമ്പോൾ എന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഈ ക്ലോറിൻ്റെ അടുത്ത് ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഈ ക്ലോറിൻ്റെ അടുത്ത് ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? അപ്പോൾ എൻ്റെ ചോദ്യം, ഈ ക്ലോറിൻ ബോണ്ട് ഉണ്ടാക്കാൻ എത്ര ഇലക്ട്രോൺ കൊടുത്തടാ? 1. അതുകൊണ്ട് ഇയാളുടെ കോവാലൻസി എന്ന് പറയുന്നത് എത്രയാ? ദാറ്റ് ഈസ് 1. റെഡി അല്ലേ? ഇനി അതേ സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കാണോടാ ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ഡബിൾ ബോണ്ട് ഓക്സിജൻ അല്ലേ മക്കളെ? ആണ്. അപ്പോൾ ഓക്സിജൻ ഡബിൾ ബോണ്ട് ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓക്സിജൻ ആറ്റം ഒന്നാമത്തെ ഓക്സിജൻ ആറ്റം ഇവിടെ നോക്കടാ, ഇയാൾ എത്ര ഇലക്ട്രോൺ കൊടുത്തടാ? ഒന്നാമത്തെ ഓക്സിജൻ ആറ്റം ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി 2 ഇലക്ട്രോൺ കൊടുത്തു. സോ ഇയാളുടെ കോവാലൻസി എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഇനി അതേ സമയത്ത് നൈട്രജൻ ആണെങ്കിലോ പറടാ, N2 നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് നൈട്രജൻ ആണ്. അപ്പോൾ നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് നൈട്രജൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നോക്കിയേ 1 2 3. അപ്പോൾ ഇയാളുടെ കോവാലൻസി എത്രയാടാ? 3 ആണ്. റെഡി അല്ലേ? ഇനി വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് if the number of valence electron is greater than or equal to 4, ഒന്നെങ്കിൽ 4 ആവുക അല്ലെങ്കിൽ greater than 4 ആവുക. അങ്ങനെയാണെങ്കിൽ കോവാലൻസി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. കോവാലൻസി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 8 മൈനസ് വാലൻസ് ഇലക്ട്രോൺ ചെയ്താൽ മതി. റെഡി അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. 8 മൈനസ്
വാലൻസ് ഇലക്ട്രോൺ. കോവാലൻസി ഈക്വൽ ടു 8 മൈനസ് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ കൊടുത്ത ഇക്വേഷൻ കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് നോക്കണം. നോക്കിക്കേ എടാ, നമ്മൾ നേരത്തെ കോവാലൻസി എന്ന് പറയുന്നത് നൈട്രജൻ്റെ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. നൈട്രജൻ്റെ കോവാലൻസി എത്രയാടാ? 3 ആണ്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തത് നൈട്രജൻ ആണ്. നൈട്രജൻ അറ്റോമിക് നമ്പർ 7. എങ്ങനെയാണ് ഇയാളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എനിക്ക് എഴുതാൻ പറ്റുക? 2,5. അപ്പോൾ ഇതിലുള്ള ഈ 5 എന്ന് പറയുന്നതാണ് ഇയാളുടെ വാലൻസ് ഇലക്ട്രോൺ അല്ലേ? അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ ഇയാളുടെ കോവാലൻസി എന്ന് പറയുന്നത് എനിക്ക് എത്ര കിട്ടുക? കോവാലൻസി ഈക്വൽ ടു 8 മൈനസ് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 5 ആണ്. സോ 8 മൈനസ് 5 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടുക? 3 എന്ന് കിട്ടും. അതേ 3 തന്നെയല്ലേ എവിടെയും കിട്ടിയത്? റെഡി അല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കോവാലൻസി എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? കോവാലൻസി. റെഡി അല്ലേ? അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏതാണ്? കോവാലൻസി. റെഡി? കോവാലൻസി. ക്ലിയർ? ഇനി ഈ ഡബിൾ ബോണ്ടിനെയും ട്രിപ്പിൾ ബോണ്ടിനെയും നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് മൾട്ടിപ്പിൾ ബോണ്ട്. ഈ ഒരു ലൂയിസ് സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക? ജസ്റ്റ് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചോ. ക്വസ്റ്റ്യൻ എന്താ നോട്ട് ചെയ്തോ. ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ ദ ലൂയിസ് ഡോട്ട് structure of CO molecule. കാർബൺ മോണോക്സൈഡ് മോളിക്യൂളിൻ്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ എഴുതേണ്ടത് എന്നുള്ളത് നോക്കിക്കോ. നമ്മൾ 4 സ്റ്റെപ്പിലായിട്ടാണ് ഈ ഒരു CO മോളിക്യൂളിൻ്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ നമ്മൾ വരക്കുക. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? ഒന്നാമത്തെ സ്റ്റെപ്പിന് എന്താണ് വിളിക്കുക? യെസ്, ഗുഡ്. സ്റ്റെപ്പ് 1 എന്ന് വിളിക്കും. ഈ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് കൗണ്ട് ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോണാണ്. ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് കാർബൺ മോണോക്സൈഡ് ആണ്. നമ്മളോട് പറഞ്ഞു കാർബൺ 6 ആണ്, ഓക്സിജൻ 8 ആണ്. ഇപ്പോൾ 6 എന്ന് പറഞ്ഞാൽ 2,4ഉം 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,6ഉമാണ്. അപ്പോൾ ഈ 4 എന്ന് പറയുന്നതാണ് ഇയാളുടെ വാലൻസ് ഇലക്ട്രോൺ. ഈ 6 എന്ന് പറയുന്നതാണ് ഇയാളുടെ വാലൻസ് ഇലക്ട്രോൺ. റെഡി അല്ലേ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇവിടെ എത്ര കിട്ടിയടാ? ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ എത്രയാണ് മക്കളെ? 4 + 6 = 10. അതാണ് സ്റ്റെപ്പ് 1 എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ? എടാ, സ്റ്റെപ്പ് 1 കഴിഞ്ഞാൽ നെക്സ്റ്റ് 1 സ്റ്റെപ്പ് 2 ആണ്. സ്റ്റെപ്പ് 2ൽ നമ്മൾ ചെയ്യുന്നത് ഡ്രോ ദി സ്കെലിറ്റൽ സ്ട്രക്ചർ. ഡ്രോ ദി സ്കെലിറ്റൽ സ്ട്രക്ചർ. CO മോളിക്യൂളിൻ്റെ സ്കെലിറ്റൽ സ്ട്രക്ചർ. ഡ്രോ ദി സ്കെലിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ഷീറ്റിൽ ഇങ്ങനെ വരച്ച് വെക്കരുത്. ഇങ്ങനെ വരച്ച് വെച്ചാൽ അത് തെറ്റാണ്. ഇതല്ല നമ്മളോട് വരക്കാൻ പറഞ്ഞത്. നമ്മൾ കെമിസ്ട്രിയാണ് പഠിക്കുന്നത്, സുവോളജി അല്ല. റെഡി? അപ്പോൾ ഡ്രോ ദി സ്കെലിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ന ആൾക്കാർ ആരാണോ അയാൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരക്കും. സിംബോളിക് റെപ്രസെൻറ്റേഷൻ കാർബണും ഓക്സിജനും. റെഡി അല്ലേ? ഇനി സപ്പോസ് നിങ്ങൾക്ക് തന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 2 രീതിയിൽ എഴുതാം അല്ലേ സാറേ? എങ്ങനെ എഴുതാ? COO അല്ലെങ്കിലോ OCO. അങ്ങനെ 2 രീതിയിൽ എഴുതി കൂടെ? ഇങ്ങനെ 2 രീതിയിൽ എഴുതാം. പക്ഷേ ഇങ്ങനെ എഴുതിയാൽ അത് തെറ്റാണ്. ഇതാണ് ശരി. ഒറ്റക്ക് നിൽക്കുന്ന ആൾ നടുവിൽ വരണം. റെഡി അല്ലേ? ഇനി സപ്പോസ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നു എന്ന് വിചാരിക്കുക, CO3 2- എന്നൊക്കെ പറഞ്ഞ് തന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലോ കാർബൺ ഒറ്റക്കാണ്. അപ്പോൾ അതിന് ചുറ്റിലും 3 ഓക്സിജൻ ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് അത് വരക്കുക. അല്ലാതെ എങ്ങനെ വരക്കാൻ പറ്റൂല. ഒരു കാർബൺ ഇവിടെ O O O എന്ന് പറഞ്ഞ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അത് തെറ്റാണ്. റെഡി അല്ലേ? അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഇയാളാണ് ശരി. അപ്പോൾ ഇതാണ് സ്കെലിറ്റൽ സ്ട്രക്ചർ വരക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരക്കട്ടെ. അപ്പോൾ സ്റ്റെപ്പ് 2 കഴിഞ്ഞു. സ്റ്റെപ്പ് 2 കഴിഞ്ഞാൽ നെക്സ്റ്റ് 1 സ്റ്റെപ്പ് 3 ആണ്. എന്താ മക്കളെ സ്റ്റെപ്പ് 3ൽ ചെയ്യേണ്ടത്? ഈ സ്റ്റെപ്പ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3ൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡ്രോ എ സിംഗിൾ ബോണ്ട്
ബിറ്റ്വീൻ ആറ്റംസ്. നമ്മുടെ കയ്യിലുള്ള ആറ്റംസിൻ്റെ ഇടയിൽ നമ്മളൊരു സിംഗിൾ ബോണ്ട് വരയ്ക്കാം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് കംപ്ലീറ്റ് ദ ഒക്ടറ്റ് ഓഫ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്. അതിനുശേഷം നമ്മൾ ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ആരാണോ അയാളുടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഇലക്ട്രോൺസ് ഉണ്ടാവും. ദാറ്റ് ഈസ് പുട്ട് റിമൈനിങ് ഇലക്ട്രോൺ ഓൺ ലെസ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്. അതിനുശേഷം നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ എലമെൻ്റ് ആരാണോ അയാളുടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കുക. ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കുക എന്നല്ല, ബാക്കിയുള്ള ഇലക്ട്രോൺസ് അയാളുടെ മുകളിൽ കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കാർബണും ഓക്സിജനുമാണ്. അപ്പോൾ ഈ കാർബണിൻ്റെ ഓക്സിജൻ്റെ ഇടയിൽ എന്ത് വരക്കാൻ പറഞ്ഞു? സിംഗിൾ ബോണ്ട് വരക്കാൻ പറഞ്ഞു. ഞാൻ വരച്ചു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഡ്രോ എ സിംഗിൾ ബോണ്ട് ബിറ്റ്വീൻ ആറ്റംസ്. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ദി ഒക്ടറ്റ് ഓഫ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻ്റ് ആണ്. കാർബണുണ്ട്, ഓക്സിജൻ ഉണ്ട്. ആരാ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ? ഓക്സിജനാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യടാ? മൊത്തം 10 എണ്ണമാണ് നമ്മുടെ അടുത്തുള്ളത്. 2 എണ്ണം ഇവിടെ പോയി. 3, 4, 5, 6, 7, 8 അല്ലേ? ഓക്സിജൻ ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കി. പിന്നെ എന്താ പറഞ്ഞത്? പുട്ട് റിമൈനിങ് ഇലക്ട്രോൺ ഓൺ ലെസ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്. ബാക്കിയുള്ളത് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ ആളാരാണോ അയാൾക്ക് കൊടുക്കണം. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇങ്ങനെയാണ് കിട്ടിയത്. കാർബണ് സിംഗിൾ ബോണ്ട്, ഓക്സിജൻ, ഓക്സിജൻ്റെ മുകളിൽ 6 ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ ഞാൻ നോക്കുമ്പോൾ കാർബണ് ചുറ്റും 4 എണ്ണേ ഉള്ളൂ അല്ലേ? ഏതൊക്കെയാണ് കാർബണ് ചുറ്റുമുള്ള 4 എണ്ണം? 1, 2. ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? പിന്നെയോ ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അതാണ് കാർബൺ കിട്ടുന്നത്. കാർബൺ 4 എണ്ണായിട്ടേ ഉള്ളൂ. ഒക്ടറ്റ് കംപ്ലീറ്റ് ആയോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണം. സ്റ്റെപ്പ് 4ലേക്ക് നമ്മൾ പോകുന്നു. എന്താ സ്റ്റെപ്പ് 4ൽ നമ്മൾ ചെയ്യുന്നത്? സ്റ്റെപ്പ് 4ൽ നമ്മളല്ല സാറ് ചെയ്യുന്നത്. എന്ത് ചെയ്യടാ? അയാളൊന്ന് റീഅറേഞ്ച് ചെയ്യും. റീഅറേഞ്ച് ആൻഡ് റീഡ്രോ ദി എക്സാക്റ്റ് സ്ട്രക്ചർ. റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മളൊന്ന് അത് മാറ്റി വരക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഇങ്ങനെയാണ്. കാർബൺ, ഓക്സിജൻ, ഓക്സിജൻ്റെ മുകളിൽ ദാ ഇങ്ങനെ ഇലക്ട്രോൺ കാണിച്ചു. ബാക്കിയുള്ളത് നമ്മൾ കാർബണിൻ്റെ മുകളിലും കാണിച്ചു. അപ്പോൾ കാർബണും ഒക്ടറ്റ് കംപ്ലീറ്റ് ആവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നടാ? ഈ 2 എണ്ണത്തിന് ഇവിടെ ബോണ്ടാക്കി കാണിച്ചാൽ കാർബണും കിട്ടും, ഓക്സിജനും കിട്ടും. അപ്പോൾ കാർബണിന് 2 എണ്ണം ഇവിടെ ബോണ്ടാക്കി വരുമ്പോൾ കാർബൺ 6 എണ്ണമായി. കാർബൺ 8 എണ്ണം കിട്ടണം. അപ്പോൾ ഇയാളെയും കൂടി നമ്മൾ അങ്ങോട്ട് കാണിക്കണം. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ കാണിക്കുമ്പോൾ നോക്കടാ, കാർബൺ സിംഗിൾ ബോണ്ട്, ഓക്സിജൻ. ഇവിടെ ഉണ്ട് ഇലക്ട്രോൺസ്, അയാൾക്ക് മാറ്റില്ല. ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്, അയാൾക്കും മാറ്റില്ല. പിന്നെ എന്താ സംഭവിച്ചത്? ആ ഓക്സിജൻ്റെ മുകളിലുള്ളതിനെ പിടിച്ച് കഴിഞ്ഞ് ഇവിടെ ബോണ്ടാക്കി. ഇവിടെ ഒരു ബോണ്ട് വന്നു, ഇവിടെ ഒരു ബോണ്ട് വന്നു. റെഡി അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാണിക്കുക? ഈ ഒരു ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ കാണിക്കുക. ഇപ്പോൾ അവിടെ ബോണ്ടായിട്ടാണ് കാണിച്ചത്. ഇനി അത് ലൂയിസ് ഡോട്ടായിട്ട് എങ്ങനെ കാണിക്കുക? കാർബൺ, ഇവിടെ ഇലക്ട്രോണ്. ഈ കാർബൺ എടുത്ത് നോക്കിയാൽ ഇവിടെ 3 ഇലക്ട്രോൺ ഇങ്ങനെ വെക്കും. ഓക്സിജൻ ഉണ്ട്, ഇവിടെ എന്ത് ചെയ്യും? ഇങ്ങനെ ഇലക്ട്രോൺസ് ഇവിടെ നിൽക്കും. അപ്പോൾ ഈ ഓക്സിജൻ ഇതാ നോക്കടാ 8 എണ്ണം. ഈ കാർബൺ നോക്കടാ 8 എണ്ണം. അപ്പോൾ ഇവിടെ എന്ത് കംപ്ലീറ്റ് ആയി? കാർബണിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ നമുക്ക് വരക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഇയാളുടെ വരക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ക്ലിയർ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കുറച്ച് മോളിക്യൂൾസ് എഴുതുന്നുണ്ട്. അവരുടെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ നിങ്ങൾ വരച്ച് നോക്കണം. ഓക്കെ? ഒന്നാമത്തത് O3, 2 CO3 2-, 3 NF3 മോളിക്യൂൾ, 4 O2 മോളിക്യൂൾ, 5 CO2 മോളിക്യൂൾ. റെഡിയല്ലേ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കണം. ഒരു ഹോംവർക്കായിട്ട് നിങ്ങളത് ചെയ്ത് നോക്കുക. റെഡിയല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.